സമദൂരം വിട്ടോ NSS എന്നാണ് ചോദ്യം. സുജയ, സമദൂരം വിട്ട് ശരിദൂരത്തിന്റെ പാതയിലേക്ക് വന്നോ? ഇടയ്ക്കിടയ്ക്ക് സമദൂരത്തിൽ പോവുകയും അതിനിടയിൽ ശരിദൂരത്തിൽ പോവുകയും ചെയ്യുന്ന ഒരു പ്രത്യേക പ്രതിഭാസമായിട്ടാണ് NSS ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ജി സുകുമാരൻ നായർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ചിലരെ ഇഷ്ടപ്പെടും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇഷ്ടമല്ലെന്ന് പറയും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ സമദൂരവും ശരിദൂരവും ഒക്കെ ഒരു വല്ലാത്ത രീതിയിൽ ഒരു മീറ്റർ പിടിച്ച് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ജനറൽ സെക്രട്ടറി നാരായണക്കുറുപ്പ് സാറിനെ പോലെയൊന്നും അല്ല. കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് അപ്പോൾ കാണുന്ന രാഷ്ട്രീയത്തിനനുസരിച്ച് അദ്ദേഹം മാറ്റങ്ങൾ വരുത്തുകയും അഭിപ്രായങ്ങൾ പറയുകയും ശരിക്കുള്ള നായർ ആരാണ് എന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ പലതരത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ ചർച്ചയാകുന്നത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് ജി സുകുമാരൻ നായർ കൊടുത്ത അഭിമുഖമാണ്. അതിൽ ഓരോ ചോദ്യങ്ങളും വളരെ കൃത്യമായ ചോദ്യങ്ങൾ ഈ സംഗമവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കണ്ടിട്ട് ശ്രീജിത്ത് ചോദിച്ച് തയ്യാറാക്കിയ അഭിമുഖമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ കൃത്യമായി വാർത്തയുള്ള ഒരു അഭിമുഖം എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ കഴിയുന്ന അതാണ്, മുഴുവൻ വാർത്തയാണ്. ശരി, പലപ്പോഴും പല അഭിമുഖങ്ങളിലും ഒന്നോ രണ്ടോ വാചകങ്ങളാണ് വാർത്തയാവുക. എന്നാൽ ഇത് മൊത്തത്തിൽ നല്ല ഒരു അഭിമുഖമായിരുന്നു. അതിന് ഞാൻ ആദ്യം തന്നെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനെ ആ ഒരു അഭിമുഖകാരനെ നമ്മൾ അഭിനന്ദിച്ചു കൊണ്ടുവേണമല്ലോ വിഷയത്തിലേക്ക് വരാൻ. ഇവിടെ ആഗോള അയ്യപ്പ സംഗമത്തെ എങ്ങനെ കാണുന്നു? പമ്പയിലെ സംഗമത്തിന് ജി സുകുമാരൻ നായർ പോയില്ല. പകരം അദ്ദേഹം സംഗീത് കുമാറിനെയാണ്, പ്രതിനിധിയാണ് വിട്ടത്. താലൂക്ക് യൂണിയന്റെ ഒരു പ്രസിഡന്റിനെ കൃത്യമായിട്ട് വിടുന്നു. മാത്രമല്ല മറ്റാളുകളുമൊക്കെ ഉണ്ടായിരുന്നു, NSSൽ നിന്നുള്ള മറ്റാളുകളുമൊക്കെ സംഗമത്തിലുണ്ടായിരുന്നു. അദ്ദേഹം എന്തുകൊണ്ട് നേരിട്ട് പോകുന്നില്ല? അവിടെയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഈ സമദൂരം കിടക്കുന്നത്. അവിടെ ശരിദൂരം പിടിച്ചിട്ടില്ല. കാരണം അദ്ദേഹത്തിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കൾ അന്ന് പങ്കെടുത്തതല്ലേ എന്ന് പറയുമ്പോൾ നേരിട്ട് പിന്നീട് ഈ സർക്കാരിനെയോ CPIM-നെയോ അദ്ദേഹത്തിന് വിമർശിക്കാൻ കഴിയില്ല. 2026 തെരഞ്ഞെടുപ്പ് ഫലം മറ്റൊന്നാണെന്നുണ്ടെങ്കിൽ വീണ്ടും മറ്റൊരു ശരിദൂരം കണ്ടെത്തണമല്ലോ. അപ്പോൾ അതിനുള്ള സ്കോപ്പ് അവിടെ അദ്ദേഹം ഇട്ടിരിക്കുകയാണ് എന്നാണ് ഈ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ LDF നിലപാട് മാറ്റിയോ? അതാണ് ഇവിടെ പറയേണ്ട വിഷയമെന്ന് ഞാൻ കരുതുന്നു. LDF നിലപാട് മാറ്റുകയാണോ അതോ ഇവിടെ ജി സുകുമാരൻ നായരും NSS നിലപാട് മാറ്റുകയാണോ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലപാട് മാറ്റിയത് LDF ആണ്, CPIM ആണ്. അത് 2018 യുവതീ പ്രവേശന വിധിക്ക് ശേഷം വന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ ഉണ്ടായിട്ടുള്ള നിലപാടുകൾ, 2019 തെരഞ്ഞെടുപ്പ് ഫലം കൊടുത്ത തിരിച്ചറിവുകൾ, അതിനുശേഷം നടത്തിയിട്ടുള്ള വിലയിരുത്തലുകൾ, അതിന്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് ഒരു വർഷം തികച്ചില്ലാത്തപ്പോൾ, കൃത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ സെപ്റ്റംബർ മാസത്തിലാണ് നിൽക്കുന്നത്, അടുത്ത മാർച്ച് അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യ വാരത്തിൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയാണ് നിലവിലത്തെ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് നമ്മൾ കാണുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. തദ്ദേശത്തെക്കാൾ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇടതുപക്ഷം ഇപ്പോൾ എല്ലാ രീതിയിലും എവിടെയെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ആ കറക്ഷൻസ് കൂടി വരുത്തിക്കൊണ്ട് തുടർഭരണം മൂന്നാം ഊഴത്തിലേക്ക് എത്തുക, ആ ഒരു ലക്ഷ്യം മുൻനിർത്തി പോകുമ്പോൾ ഇവിടെ ഈ ഒരു വിട്ടുവീഴ്ച ചെയ്യാനായി തീരുമാനിച്ച് ഉറപ്പിച്ച് ചെയ്ത ഒരു കാര്യമാണ് പമ്പയിലെ ആഗോള അയ്യപ്പ സംഗമം എന്നത് വ്യക്തമാണ്. കാരണം ആഗോള അയ്യപ്പ സംഗമത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ നടത്തുന്ന ഭജനയായാലും വിളക്ക് കൊളുത്തലായാലും അവിടേക്ക് വരുന്ന പ്രതിനിധികളെ ചന്ദനം തൊട്ട് സ്വീകരിക്കുന്നതായാലും എല്ലാത്തിലും ഒരു ഭക്തിമയമായിരുന്നു ആ സമ്മേളനം മുഴുവൻ. അത് ഒരു ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് ആ രീതിയിലുള്ള ഒരു സംഘാടനം ഒരുപക്ഷെ ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. അപ്പോൾ കൃത്യമായി ഞങ്ങൾ മാറാൻ തയ്യാറാണ്. ഞാൻ ആ മാറ്റത്തെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. കാരണം ഒരാൾ മാറാൻ തയ്യാറാകുമ്പോൾ നീ മാറണ്ട, നീ പഴയതുപോലെ തന്നെ മതി എന്ന് നമ്മൾ പറയുന്നതിന് അർത്ഥമില്ലല്ലോ. അപ്പോൾ മാറ്റം ഉണ്ടാകുന്നുണ്ട് എന്നത് വ്യക്തമാണ്. ആ മാറ്റം വരുന്നുണ്ട് അല്ലെങ്കിൽ മാറുന്നുണ്ട് എന്നത് NSS ജനറൽ സെക്രട്ടറിക്കും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹവും സമദൂരം വിട്ട് ശരിദൂരം പിടിക്കാൻ, ഇടത്തേക്ക് അടുക്കാൻ തീരുമാനിച്ചത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ പ്രതിഷേധത്തിന് ശേഷം ഉണ്ടായ നിലപാടിലെ മാറ്റം എന്താണ് എന്ന ചോദ്യം രണ്ടാമത്തെ ചോദ്യമായി ചോദിക്കുന്നത് അതാണ്. അതിന് പറയുന്ന മറുപടി, ജി സുകുമാരൻ നായർ പറയുന്ന മറുപടി, യുവതീ പ്രവേശനം വേണമെങ്കിൽ നടപ്പാക്കാമായിരുന്നല്ലോ, വീണ്ടും എൻഫോഴ്സ് ചെയ്യാമായിരുന്നല്ലോ. അതായത് അതിനുള്ള സുപ്രീം കോടതിയുടെ വിധി അവിടെ നിൽക്കുന്നുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ ഇനിയും സ്ത്രീകളെ അവിടേക്ക് കയറ്റാമായിരുന്നിട്ടും അവർ ചെയ്തില്ലല്ലോ എന്ന ഒരു ധ്വനി അതിൽ വരുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല അങ്ങനെ ചെയ്യാൻ. ഞങ്ങൾ പിന്നെ അന്നൊന്ന് ചെയ്തതിന് ഞങ്ങൾക്ക് കിട്ടി, ആ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് മതിയായി, അതുകൊണ്ട് ഇനി ഞങ്ങൾ ചെയ്യുന്നില്ല. ആ ഒരു കൃത്യമായ നിലപാട് അത് NSS ജനറൽ സെക്രട്ടറിയെ ബോധ്യപ്പെടുത്താൻ VN വാസവനും അതുപോലെ തന്നെ KB ഗണേഷ് കുമാറിനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. KB ഗണേഷ് കുമാർ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു പാലമായി പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഈ ചർച്ച ഈ ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് നടത്തിയ വേളയിൽ തന്നെ ഞാനത് സൂചിപ്പിച്ചതാണ്. അപ്പോൾ KB ഗണേഷ് കുമാർ അടക്കമുള്ള ആളുകൾ ഇതിൽ കൃത്യമായ ഒരു പാലമായി വർത്തിച്ചിട്ടുണ്ട് എന്നത് ഉറപ്പാണ്. ഇവിടെ എൻഫോഴ്സ് ചെയ്യാമായിരുന്ന ഒരു കാര്യം ചെയ്യാതെ കൃത്യമായി ഭക്തരുടെ, വിശ്വാസികളുടെ ഒക്കെ വികാരങ്ങൾ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് സർക്കാർ മുന്നോട്ട് പോയി. കഴിഞ്ഞ ഇത്രയും നമ്മൾ നോക്കണം, മണ്ഡല മകരവിളക്ക് സീസണുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ചെറിയ പ്രശ്നമാണെങ്കിലും അത് പരിഹരിക്കുന്നു, അതിനടുത്ത വർഷം അത് കൂടുതൽ മെച്ചമായി നടത്തുന്നു. അത് ക്യൂവിന്റെ കാര്യത്തിലായാലും ഒക്കെ. അപ്പോൾ അങ്ങനെ മാറുന്നുണ്ട് എന്ന പ്രത്യക്ഷത്തിൽ അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ സർക്കാർ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് NSS ജനറൽ സെക്രട്ടറിക്ക് ബോധ്യപ്പെട്ടു എന്ന് അദ്ദേഹം ഈ മറുപടിയിലൂടെ പറയുകയാണ്. അപ്പോഴാണ് വീണ്ടും ചോദിക്കുന്നത്, സംസ്ഥാന സർക്കാർ എന്തെങ്കിലും ഉറപ്പ് നൽകിയോ എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായി പറയുന്നത്
പറയുന്നത് അഷുറൻസ് നൽകി എന്ന് തന്നെയാണ്. ഞാനത് വിശ്വാസത്തിലെടുക്കുകയാണ്. അപ്പോൾ ചർച്ചകളിലൂടെ ഉറപ്പ് നൽകുന്നതിലൂടെ NSSനെ കൂടെ കൂട്ടുകയാണ്. അപ്പോൾ ആരാണ് നിലപാട് മാറ്റിയത്? LDF ആണ്, ഇടത് സർക്കാരാണ്, പിണറായി വിജയനാണ്. അക്കാര്യത്തിൽ എന്തുകൊണ്ട് അന്നെടുത്ത നിങ്ങളുടെ ഈ പുരോഗമനപരമായ നിലപാട്, നവോത്ഥാന സമിതിയൊക്കെ ഉണ്ടാക്കി, നവോത്ഥാന സംരക്ഷണ സമിതി ഉണ്ടാക്കി, വെള്ളാപ്പള്ളിയെ അതിന്റെ തലപ്പത്ത് കൊണ്ടുവന്ന്, അതിൽ NSSന്റെ ആളുകളാരും പ്രധാന ഭാരവാഹികളായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ വെള്ളാപ്പള്ളിയെ അതിന്റെ മേൽ അധ്യക്ഷ സ്ഥാനത്തിരുത്തുന്നു. എന്നിട്ട് ഒരു പുരോഗമനപരമായ കാഴ്ചപ്പാടോടുകൂടി വനിതാ മതിൽ കെട്ടുന്നു. അങ്ങനെയൊക്കെ ചെയ്ത ഒരു സംഘടന ബിന്ദു അമ്മിണി അടക്കമുള്ള ആളുകൾ വരേണ്ടതില്ല എന്ന നിലപാടിലേക്ക് എത്തുമ്പോൾ യഥാർത്ഥത്തിൽ NSS അന്നെടുത്ത നാമജപ ഘോഷയാത്രയുടെ ഏറ്റവും പിന്നിലത്തെ നിരയിലേക്ക് ഇടതുപക്ഷം ഒന്നാകെ അണിചേർന്ന് നിന്നിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് NSSന്റെ തൊഴുത്തിലേക്ക് CPM ആകുന്ന LDF സർക്കാരാകുന്ന പശുവിനെ കൊണ്ടുചെന്ന് കെട്ടിയിട്ടുണ്ട്. ആ പശു ഇപ്പോൾ ആ തൊഴുത്തിൽ നിൽക്കുകയാണ്. അതാണ് നിലവിലത്തെ അവസ്ഥ. NSSന്റെ വോട്ടും വേണം ഞങ്ങൾക്ക് എന്നതുകൊണ്ട് കൃത്യമായി അവിടേക്ക് ചെന്ന് കൂടിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ജി സുകുമാരൻ നായർ ഈ മറുപടി പറയില്ല. അദ്ദേഹത്തെ തന്നെയാണ് നമ്മൾ കോട്ട് ചെയ്യുന്നത്. ഈ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ അനുമതിയോടെ മന്ത്രി VN വാസവൻ അഷുറൻസ് നൽകിയെന്നാണ്. മന്ത്രി VN വാസവൻ ഈ കാര്യത്തിൽ ബിന്ദു അമ്മിണി വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാനാണ് ചോദിച്ചത്. അപ്പോൾ അത്തരക്കാരെയൊന്നും പങ്കെടുപ്പിക്കില്ല എന്ന മറുപടി നൽകിയതും ഇതുമായി നമ്മൾ ചേർത്ത് വായിക്കേണ്ട കാര്യവുമാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ പമ്പയിലെ ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണച്ചത് എന്ന് ചോദിക്കുമ്പോൾ സർക്കാർ നിലപാട് തിരുത്തുമ്പോൾ NSSും സഹകരിക്കണം. നിലപാട് തിരുത്തിയെന്ന് മാധ്യമങ്ങൾ പറയുന്നതല്ല, നിലപാട് തിരുത്തിയെന്ന് NSSനോട് നേരിട്ട് പറഞ്ഞിരിക്കുന്നതും അവർക്ക് ബോധ്യപ്പെട്ടതുമായ കാര്യമാണ്. ഇനി ആക്ടിവിസ്റ്റുകളെ പങ്കെടുപ്പിക്കുന്ന കാര്യവും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബിന്ദു അമ്മിണിയൊന്നും സംഗമത്തിന് വന്നില്ലല്ലോ എന്ന് തിരിച്ചു പറയുന്നുണ്ട്. അപ്പോൾ അതൊരു വിഷയമായിരുന്നു. ആക്ടിവിസ്റ്റുകളെ ശബരിമല കയറ്റിയത് ഒരു വിഷയമായിരുന്നു. അതേ തുടർന്നാണല്ലോ ഈ പ്രതിഷേധങ്ങൾ ഉണ്ടായത്. അപ്പോൾ ഇനി അങ്ങനെയുള്ള നടപടികൾ ഉണ്ടാകില്ല സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്. ഇനി ഇപ്പോൾ ആക്ടിവിസ്റ്റുകളായ ബിന്ദു അമ്മിണി എന്നല്ല, വേറെ ഏതെങ്കിലും ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അല്ലാതെ ഒരു യുവതിക്ക് ഈ വിധി അനുസരിച്ച് ഇപ്പോഴും കയറാം. പോയാൽ കയറ്റില്ല സർക്കാർ, ഉറപ്പാണ്. ആ ഒരു അഷുറൻസ് പുറത്ത് കൊടുത്തിട്ടുണ്ട്. അതാണെന്നല്ലോ NSSന് വേണ്ടത്. എതിർത്തവർക്ക്, നാമജപ ഘോഷയാത്ര നടത്തിയവർക്ക് വേണ്ടതായിരുന്നു, അത് കൊടുത്തു. അതുപോലെ തന്നെ ഇത് പശ്ചാത്താപമാണോ എന്ന് ചോദിക്കുമ്പോൾ പശ്ചാത്താപമല്ല, ഇതൊരു തിരുത്തലാണ് എന്ന മറുപടിയാണ് തരുന്നത്. തിരുത്തലാണ്. തിരുത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തെറ്റുപറ്റുമ്പോഴാണ് തിരുത്തുന്നത്, അല്ലാതെ ആരും തിരുത്താറില്ല. അപ്പോൾ തെറ്റ് പറ്റിയിരിക്കുന്നു, ഞങ്ങൾക്കത് തിരുത്തുന്നു, ഞങ്ങൾ തിരുത്തലിന്റെ പാതയിലാണ്, ഞങ്ങൾ ഈ കാര്യങ്ങളിൽ ഇനി ഇങ്ങനെയുള്ള ഇടപെടലുകൾ നടത്തില്ല എന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് NSS എതിർക്കുന്നത്? അവരാവശ്യപ്പെട്ട കാര്യം രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല്, ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്ന് നിൽക്കുന്നത്. ഇവിടെ കോൺഗ്രസ് ബഹിഷ്കരിക്കാൻ കാരണം വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ് എന്നുകൂടി NSS ജനറൽ സെക്രട്ടറിയെ കൊണ്ട് പറയിപ്പിക്കുന്ന തരത്തിലേക്ക് ആ ബന്ധം വളർന്നിട്ടുമുണ്ട്. കോൺഗ്രസ് ബഹിഷ്കരിക്കാൻ കാരണം വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ്. കോൺഗ്രസ് ഈ രണ്ട് സംഗമത്തിനും വന്നിട്ടില്ലല്ലോ. ആഗോള അയ്യപ്പ സംഗമത്തിനും ബദൽ സംഗമത്തിനും പോയിട്ടില്ല. സംഗമമേ വേണ്ട, സംഗമം ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്നൊരു ലൈൻ ഇപ്പോൾ സമീപകാല വിവാദങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ് എന്നത് ജി സുകുമാരൻ നായർ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതോടൊപ്പം കോൺഗ്രസിനെ കുറിച്ച് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. കോൺഗ്രസിന് അപ്പോൾ ഹിന്ദു വോട്ട് വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് മൈനോറിറ്റി വോട്ട് മതിയായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു വെള്ളാപ്പള്ളി ലൈനിലേക്കും വരുന്നുണ്ട്. മലപ്പുറത്ത് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പരാമർശം എന്താണ്? ആ പരാമർശത്തെ എൻഡോഴ്സ് ചെയ്യുന്ന സർക്കാരിന്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഒപ്പം വെള്ളാപ്പള്ളിയെ കൊണ്ടുവരികയും ഒരു പ്രധാന പ്രതിഷ്ഠയായി ഇവിടെ കൊണ്ടുവരികയും ഇന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കേട്ടോ, മുഖ്യമന്ത്രി ഭക്തനാണെന്ന്. MAB പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞതാണ് ശരി, കാരണം ഞാനാണ് ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ ബെസ്റ്റിയായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബെസ്റ്റിയായ വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും പറയുന്നു പിണറായി വിജയൻ ഭക്തനാണ് എന്ന്. അപ്പോൾ ഇവിടെ മൈനോറിറ്റി പൊളിറ്റിക്സ് ആണ് ഇവർക്ക്, അല്ലെങ്കിൽ മൈനോറിറ്റിയുടെ വോട്ട് മാത്രം മതിയെന്ന് കോൺഗ്രസിനെ പൂർണ്ണമായും തള്ളിപ്പറയുകയാണ് ജി സുകുമാരൻ നായർ. ഇവിടെ ഈ സമദൂര സിദ്ധാന്തം നമ്മൾ കേട്ടു തുടങ്ങുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. അത് നാരായണ ബിജെപിക്കും പൊളിറ്റിക്സ് ഉണ്ട്. വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ് ഇവിടെ. കോൺഗ്രസിനോട് അല്ല, ഞാൻ കോൺഗ്രസ് പറയാൻ കാരണം എന്താണെന്ന് അറിയോ? കോൺഗ്രസിനോടാണ്. അത് ഞാൻ അടുത്ത ഭാഗത്തിൽ പറയാം. NSS കൂടുതൽ പിന്തുണച്ചിട്ടുള്ളത് BJP ആണോ? NSS കൂടുതൽ ചേർന്ന് നിന്നിട്ടുള്ളത് കഴിഞ്ഞ 2021 അധികാരത്തിൽ വരാൻ പോകുന്നു കോൺഗ്രസ് എന്ന് കരുതിയുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ നമ്മൾ കേട്ടതാണ്. ഉപതെരഞ്ഞെടുപ്പിൽ, വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിലടക്കം അദ്ദേഹം എടുത്ത നിലപാട് എന്താണ്? അതൊക്കെ കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. ജി സുകുമാരൻ നായരുടെ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ 10 എണ്ണം എടുത്താൽ 6 എണ്ണവും കോൺഗ്രസിന് അനുകൂലമാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾക്ക് അനുകൂലമായതായിരിക്കും. പക്ഷേ ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന്റെ കാര്യത്തിൽ BJPയുടെ പേര് പറഞ്ഞു, കേന്ദ്രം സഹായിച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സ്പെസിഫിക് ആണ്. ഞാൻ എന്റെ പോയിന്റുകളാണ് പറയുന്നത്. താങ്കളുടെ ഭാഗത്തിൽ താങ്കൾക്ക് അത് പറയാം. അല്ല, ഞാൻ എന്റെ പോയിന്റുകൾ പറയട്ടെ. അപ്പോൾ എനിക്ക് പറയാനുള്ള ഭാഗമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇന്റർവ്യൂ മൊത്തം വായിക്കാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ എന്റെ ഭാഗമാണ് ഞാൻ പറയട്ടെ, പറഞ്ഞു വരട്ടെ. BJP കുറിച്ച് പറയേണ്ട സമയത്ത് പറയും. മാത്രമല്ല BJP കുറിച്ച് കൂടുതൽ കുറ്റം പറയാൻ രണ്ടുപേർ ഇരിക്കുമ്പോൾ ഞാനും കൂടി എന്താണ് പറയുന്നത്? എന്റെ ഭാഗം പറഞ്ഞാൽ മതിയല്ലോ. അതുകൊണ്ട് മനഃപൂർവ്വം പറയാൻ. അതെ, മനഃപൂർവ്വം പറയാം. രണ്ട് പാർട്ടിയും വോട്ട് ബാങ്ക് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആയിക്കോട്ടെ. CPIM-ന് പിന്നെ വോട്ട് ബാങ്ക് ഇല്ലല്ലോ, വെറുതെ അങ്ങോട്ട് ചെന്ന് കൂടിയതാണല്ലോ. അപ്പോൾ ഞാൻ പറയട്ടെ, നാരായണക്കുറുപ്പ് ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയം മുതൽ ഈ സമദൂര സിദ്ധാന്തം കേരളത്തിലെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയതാണ്. ഓരോ തെരഞ്ഞെടുപ്പുകളിലും മാറി മാറി വരുമ്പോൾ അദ്ദേഹത്തിന് പക്ഷേ നേരത്തെ NDP-യുടെ ഒക്കെ ഒരു കൃത്യമായ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടും എവിടെയാണ് അത് പിളർന്നു പോയതെന്ന് അറിയാവുന്നതുകൊണ്ടും അദ്ദേഹം കൃത്യമായി അതിനകത്തൊരു ലൈൻ പിടിച്ചാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇതുപോലെ പറയുന്ന കാര്യങ്ങളിൽ സ്റ്റേറ്റ്മെന്റ്
സ്റ്റേറ്റ്മെന്റ്സിലായാലും ഒക്കെ വളരെ ക്ലവറായിട്ടാണ് അദ്ദേഹം മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴായാലും അല്ലാതെ ആയാലും തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ അദ്ദേഹം എടുത്തിരുന്ന സ്റ്റാൻഡ്. അതിൽ നിന്ന് ഇവിടെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയും അതുപോലെ തന്നെ കോൺഗ്രസിനെയാണ് പിന്തുണയ്ക്കുന്നത്, എന്നാൽ ഞങ്ങൾ സമദൂരത്തിലാണെന്ന് പറയുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സ്റ്റാൻഡിലേക്ക് വന്നത് ജി സുകുമാരൻ നായർ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷമാണ് എന്ന് നമ്മൾ സമീപകാല തെരഞ്ഞെടുപ്പ് സമയങ്ങളിലെ അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. എന്നാലും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കോൺഗ്രസിനോടാണ് അദ്ദേഹം കൂടുതൽ അടുപ്പം കാണിച്ചിട്ടുള്ളത്. എന്നാൽ എല്ലാ നേതാക്കളോടും അദ്ദേഹത്തിന് അടുപ്പമില്ല കേട്ടോ. എല്ലാ നേതാക്കളോടും ജി സുകുമാരൻ നായർക്ക് ആ അടുപ്പമില്ല. വളരെ ചൂസിയാണ്. ചില ആളുകളെ വളരെ നന്നായി പ്രശംസിക്കും, എന്നാൽ ചില ആളുകളെ നല്ല രീതിയിൽ എതിർത്ത് പറയുകയും ചെയ്യും. അദ്ദേഹം എതിർത്ത് പറഞ്ഞു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്ക് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കയറാൻ കഴിയാറുണ്ടോ എന്നതും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ നാമജപ ഘോഷയാത്ര നടത്തിയത് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. നാമജപ ഘോഷയാത്ര നടത്തിയത് ഞങ്ങളാണ്, അതിനുശേഷമാണ് കോൺഗ്രസും അതുപോലെ BJPയും അതിന് ഒപ്പം ചേർന്നത്. ഞാൻ BJPയെ കുറിച്ച് പറയാൻ വരികയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ തുടക്കത്തിൽ തന്നെ BJP എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നാമജപ ഘോഷയാത്രയിൽ എന്താണ് സംഭവിച്ചത്? നാമജപ ഘോഷയാത്രയിൽ ഞാൻ മനസ്സിലാക്കുന്നത് NSSന് ഒപ്പം തന്നെ പന്തളത്ത് നിന്നുള്ള, അതായത് ഈ നാമജപ ഘോഷയാത്രകൾ നമ്മൾ കാണുമ്പോൾ അതിൽ ഹൈന്ദവ സംഘടനകളുടെയും നാമജപ ഘോഷയാത്രകൾ എല്ലാം സൈമിൾട്ടേനിയസ് ആയിട്ട് തന്നെയാണ്. ജിമ്മി ജെയിംസിന് ഓർമ്മ കാണുമല്ലോ, കാരണം ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നതാണ്. തിരുവനന്തപുരത്തായാലും പന്തളത്തായാലും എല്ലായിടത്തും NSSന്റെ നാമജപ ഘോഷയാത്രയ്ക്ക് സമാന്തരമായി തന്നെ ഇവരെല്ലാവരും ഒന്നു ചേർന്ന് പോകുന്ന രീതിയിലാണ്. എന്റെ ഓർമ്മ പറയണോ? എല്ലാ ഓർമ്മകളും വേണ്ട. ഈ വിഷയത്തിൽ ആദ്യത്തെ ജാഥ നടക്കുമ്പോൾ കോൺഗ്രസോ BJPയോ കൂടെ ഇല്ല. ആദ്യത്തെ ജാഥ NSSന്റേതാണ്. അതിനുശേഷം അപ്പോൾ ഈ ജാഥകൾ, അല്ല ഞാൻ പറഞ്ഞോട്ടെ, എന്റെ ഓർമ്മ തന്നെയാണ്. ജാഥകൾ വരുന്നു, നാമജപ ഘോഷയാത്രകൾ വരുന്നു. ഈ നാമജപ ഘോഷയാത്രകളിൽ പിന്നീട് എവിടെയാണ് ഈ ഒരു അലൈൻമെന്റ് നമ്മൾ കാണുന്നത്? അത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം ആകുമ്പോഴേക്കും തിരുവനന്തപുരത്ത് ഇതെല്ലാവരും ചേർന്നുള്ള ഒരു പരിപാടിയായി മാറുകയാണ്. അത് 2 ദിവസത്തിനകം തന്നെയാണ്, 48 മണിക്കൂറിനകം സംഭവിച്ച കാര്യങ്ങളാണ്. തുടക്കമിടുന്നു, അതിനുശേഷം ഇവരെല്ലാവരും ചേരുകയാണ്. പിന്നീട് NSS ഏതാണ്, ഹൈന്ദവ സംഘടനകൾ ഏതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ മെർജ് ചെയ്താണ് ഈ പ്രതിഷേധങ്ങൾ നടന്നത്. തുരത്തി ഓടിക്കുമ്പോൾ പോലീസ് ഇവരെ സമരക്കാരെ തുരത്തി ഓടിക്കുമ്പോൾ അതിൽ പരിക്ക് പറ്റുന്നവരെല്ലാം എല്ലാവരും മിക്സ് ചെയ്ത് കിടക്കുന്നതാണ് പിന്നീട് 48 മണിക്കൂറിന് ശേഷം നമ്മൾ കാണുന്നത്. അപ്പോൾ അന്നേരം അദ്ദേഹത്തിന് കൃത്യമായ ഒരു നിലപാടുണ്ടായിരുന്നു. അത് ആ സമയത്തെ ട്രെൻഡ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ആ വിഷയത്തിൽ അന്ന് നിലപാടെടുത്തത്. എല്ലായിടത്തും അദ്ദേഹം ചൂസിയാണ് എന്നത് കാണിക്കാനാണ് ഞാൻ ഈ വിഷയം പറഞ്ഞത്. പക്ഷേ എന്നാൽ ഇന്ന് ഇതേപോലെ ഒരു നാമജപ ഘോഷയാത്ര അല്ലെങ്കിൽ പന്തളത്ത് ആഗോള അയ്യപ്പ സംഗമത്തിനൊരു ബദൽ സംഗമം നടത്തുമ്പോൾ അദ്ദേഹം അവിടേക്ക് പോകില്ല. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ അറിയാം, അതായത് ഒരു തുടർ ഭരണത്തിലേക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് അറിയാം. അതുപോലെ തന്നെ ഇടതുപക്ഷം തങ്ങളെ അടുപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ട് വന്ന് ശ്രമിക്കുമ്പോൾ തങ്ങൾക്ക് കിട്ടുന്ന ഒരു മൈലേജ് എത്രത്തോളമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ചൂസിയാണ്. അന്നത്തെ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡും ഇന്നത്തെ സ്റ്റാൻഡും ചൂസിയാണ്. അതുപോലെ തന്നെ ഹിന്ദു സ്പിരിറ്റ് വെള്ളാപ്പള്ളി നടേശൻ എപ്പോഴും എടുത്ത് എൻഡോഴ്സ് ചെയ്ത് പറയാറുണ്ട് ഈ ഹിന്ദു സ്പിരിറ്റിനെ കുറിച്ച്. മലപ്പുറം പരാമർശം തന്നെ വർഗീയത കൂടി ചേരുന്ന പരാമർശമായി അത്രയേറെ വിവാദമായതുകൊണ്ട്. പക്ഷേ ജി സുകുമാരൻ നായർ അങ്ങനെ ഒരു കമന്റ് നടത്തില്ല, ഒരു വർഗീയ പരാമർശം നടത്തില്ല. പമ്പാ സംഗമത്തിന് വെള്ളാപ്പള്ളി നേരിട്ട് പോകുന്നു, പക്ഷേ ജി സുകുമാരൻ നായർ പ്രതിനിധിയെ വിടുന്നു. ഇവിടെ പന്തളം സംഗമത്തിലും കരയോഗത്തിന് പ്രതിനിധികൾ ഉണ്ടായിരുന്നു, പമ്പാ സംഗമത്തിലും ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഡോക്ടർ. ഇവിടെ ശരിദൂരം സ്വീകരിച്ചുകൊണ്ട് CPIM-നോട് ജി സുകുമാരൻ നായർ അടുക്കുമ്പോൾ കരയോഗത്തിന്റെ അംഗങ്ങൾ എല്ലാ കരയോഗങ്ങളും അതേ നിലപാട് എടുക്കണമെന്നില്ല. അത് സ്പ്ലിറ്റായി പോകും. വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്റെ പ്രഡിക്ഷൻ അതാണ്, സ്പ്ലിറ്റായി പോകും. BJPയിലേക്കും കോൺഗ്രസിലേക്കും CPIM-ലേക്കും സ്പ്ലിറ്റായി പോകുന്ന വോട്ട്സ് ആയിരിക്കും ഇത്തവണ നമ്മൾ NSS-ൽ കാണാൻ പോകുന്നത്. ജി സുകുമാരൻ നായർ പറയുന്നതനുസരിച്ച് കരയോഗ അംഗങ്ങൾ എല്ലാവരും ഒന്നും വോട്ട് ചെയ്യില്ല എന്നതാണ് നിലവിലെ യാഥാർത്ഥ്യം. ഓക്കെ. Meet the editors.